ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സ്വർണ്ണ തട്ടിപ്പ് കേസിൽ പോലീസ് തിരയുന്ന തമിഴ്നാട് തിരുപ്പൂർ സ്വദേശി കാർത്തിക്കിനായി ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. തട്ടിയെടുത്ത സ്വർണം ബിനാമി ഇടപാടിൽ പണയപ്പെടുത്തിയ ആളാണ് കാർത്തിക്. കാർത്തിക്കിനെ കണ്ടെത്തിയാലേ ഇനി കണ്ടെത്താനുള്ള സ്വർണത്തിന്റെ വിവരങ്ങൾ ലഭിക്കൂ. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സ്വർണ്ണ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മഹാരാഷ്ട്ര ബാങ്ക് വടകര ശാഖ മാനേജറായിരുന്ന മദാ ജയകുമാർ തട്ടിയെടുത്ത സ്വർണം ബിനാമി ഇടപാടിൽ പണയപ്പെടുത്തിയ ആളാണ് തമിഴ്നാട് തിരുപ്പൂർ സ്വദേശി കാർത്തിക്. കേസിൽ പ്രതി ചേർത്തതോടെ കോഴിക്കോട് സെഷൻസ് കോടതിയിൽ കാർത്തിക് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ബാങ്ക് ശാഖയിൽ നിന്ന് നഷ്ടപ്പെട്ട 26.24 കിലോഗ്രാം സ്വർണത്തിൽ 5.30 കിലോഗ്രാം സ്വർണം ആദ്യം വിദേശ ബാങ്കായ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് സിംഗപ്പൂരിന്റെ 2 ബ്രാഞ്ചുകളിൽ നിന്നായി പോലീസ് കണ്ടെടുത്തിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിൽ തമിഴ്നാട് തിരുപ്പൂർ കാത്തലിക് സിറിയൻ ബാങ്കിന്റെ 4 ശാഖകളിൽ നിന്നായി 1.25 കിലോ സ്വർണം കൂടി പോലീസ് കണ്ടെടുത്തു. മദാ ജയകുമാറിന്റെ ബിനാമിയായ കാർത്തിക്കാണ് ബാങ്കുകളിൽ സ്വർണം പണയം വെച്ചത്. കാർത്തികിനെ പിടികൂടിയാൽ മാത്രമേ കേസിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. വടകരയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ നിന്ന് 26 കിലോ സ്വർണമാണ് മദാ ജയകുമാർ തട്ടിയെടുത്തത്. കുറ്റകൃത്യത്തിന് പിന്നിൽ ബാങ്കിന്റെ സോണൽ മാനേജർക്കും പങ്കുണ്ടെന്ന ഗുരുതര ആരോപണമുന്നയിച്ച് പ്രതി വീഡിയോ സന്ദേശവും പുറത്തുവിട്ടിരുന്നു. ഇതോടെയാണ് തട്ടിപ്പിന്റെ വ്യാപ്തി പ്രതീക്ഷിച്ചതിലും കൂടുതലാണെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമാകുന്നത്. 2021 മുതൽ കഴിഞ്ഞ മാസം വരെ 3 വർഷം മാത്രമാണ് മദാ ജയകുമാർ ബാങ്കിന്റെ മാനേജറായിരുന്നത്. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ ബാങ്കിന്റെ ശാഖകൾ വഴി വ്യാപക തട്ടിപ്പ് നടക്കുന്നതായി ഇയാൾ വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. വടകര സിഐയുടെ നേതൃത്വത്തിൽ ബാങ്കിൽ നടത്തിയ പരിശോധനയിൽ 42 അക്കൗണ്ടുകളിലായി പണയം വെച്ച 26.24 കിലോ സ്വർണം നഷ്ടമായെന്ന് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ മാസമുണ്ടായ സ്ഥലം മാറ്റമാണ് തട്ടിപ്പ് പൊളിയാൻ കാരണം. പുതുതായി എത്തിയ മാനേജർ നടത്തിയ റീ അപ്രൈസൽ നടപടിയിലാണ് ക്രമക്കേട് പുറത്തായത്. ന്യൂസ് ബ്യൂറോ, വടകര.